ഹലോ, നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ കപ്പ കുഞ്ഞിതായിട്ട് നുറുക്കിയിട്ട്, കുഞ്ഞിതെന്ന് പറഞ്ഞാൽ ഒത്തിരി കുഞ്ഞിതല്ല, എന്നാലും കുഞ്ഞിതായിട്ട് നുറുക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട്. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞുള്ളി ഇല്ലേ, കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളിയാണ് കേട്ടോ നല്ലത്. എനിക്കിവിടെ കുഞ്ഞുള്ളി കിട്ടാനില്ല, അതുകൊണ്ട് ഞാൻ സവാളയുടെ കുഞ്ഞ് തന്നെയാണ് എടുത്തേക്കുന്നത്. അത് ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കുറച്ച് ഉണ്ടാക്കണുള്ളൂ, കാരണം ഇവിടെ കപ്പ കൊഞ്ചിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ ഇഷ്ടമല്ല. വെറുതെ പുഴുങ്ങി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിന്നും. അപ്പം മുളകൊക്കെ അത് വരുമ്പം കൊഞ്ചി തിന്നില്ല. അതുകൊണ്ട് ഇത്രയും ഒരു ഹാഫ് ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് വലിയ എരിവില്ലാത്തൊരു മുളകാണ്, അപ്പോൾ ആ മുളകും കൂടെ അരിഞ്ഞെടുക്കാം നമുക്ക്. മുളകും ഉള്ളി, ഇനി ഒരു കഷ്ണം വെളുത്തുള്ളി. ഒത്തിരി വെളുത്തുള്ളി വേണ്ട, ഒത്തിരി വെളുത്തുള്ളി ആയിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ചുമയ്ക്കും. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചു കൊടുക്കാം. നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചാൽ കപ്പിലിട്ട് കൊടുക്കണം. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇതിട്ട് കൊടുക്കുക. ചതച്ചതാണ് കൂടുതൽ നല്ലത്, ഞാൻ ചതച്ചില്ല, അരിഞ്ഞുകയോ ചെയ്ത് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഇട്ട് ഇത് കുറച്ചൊന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു കടുക് പൊട്ടിച്ചിടാം. കുഞ്ഞ് പാൻ വയ്ക്കുക, തീ കത്തിച്ചു കൊടുക്കുക. ഇത് കുഞ്ഞ് പാനാണ്. എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ചുമന്ന മുളകിട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കുറുകിയിരിക്കുന്ന പാൽക്കപ്പയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പ് നോക്കുക. കുറവാണെങ്കിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ കപ്പ വേവിക്കണ സമയത്തായിരുന്നു ഉപ്പിട്ടത്. അപ്പം അതിന് ഉപ്പ് കുറവാണെങ്കിൽ ഈ തേങ്ങാപ്പാലൊക്കെ കൂടെ വരുമ്പോഴേ ഇച്ചിരി ഉപ്പ് കുറയും. അപ്പം അത് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അടിപ്പനായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇനി അത് മാറ്റാം. ഇതേ നമ്മുടെ സൂപ്പർ ഗുലാനായിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ നല്ലതായിരുന്നു കേട്ടോ. കപ്പ നല്ല വേവണ കപ്പയായിരുന്നു, പിന്നെ കയ്പ്പുണ്ടായിരുന്നില്ല. നമ്മളെ തിന്നുകൊണ്ടേയിരിക്കും പാൽക്കപ്പ. ഒരു പ്ലേറ്റ് ഫിനിഷാക്കും. ക്രീമി. ഇതും കൂടെ തിന്നാൻ തോന്നുന്നുണ്ട്. എന്നും ഉണ്ടാക്കി തിന്നാൻ ഞാൻ പറയില്ല, മന്ത്ലി വൺസൊക്കെ ഉണ്ടാക്കി തിന്നാൽ മതി. കപ്പയാണ്, വേണമെങ്കിൽ ഇട്ട് ഷുഗർ